അതിലുപരി മലയാളത്തിൻ്റെ രാജ്ഞിയായിരുന്നു ജാനകിയമ്മ. അതായത് ജാനകിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു അന്യഭാഷയാണെങ്കിൽ പോലും അവർ പാടിയിരിക്കുന്ന പാട്ടുകൾ ഇപ്പോഴത്തെ മലയാളികൾക്ക് പോലും ഇല്ലാത്ത അക്ഷരസ്ഫുടതയോടു കൂടിയാണ് ജാനകിയമ്മ പാടിയിരിക്കുന്നത്. എനിക്ക് കുറച്ച് വളരെ ജാനകിയമ്മയോട് പാടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ 2-3 ഷോയ്ക്കൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത് നമുക്ക് താങ്ങാനാകാത്ത ഒരു വിഷമമാണ് എനിക്ക്. പ്രത്യേകിച്ച് ജാനകിയമ്മയുടെ ഈ വിയോഗം എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. കാരണം ശരിക്കും ഒരു ലൈബ്രറിയാണ് ജാനകിയമ്മയുടെ പാട്ടെന്ന് പറയുന്നത്. ഒരു ലൈബ്രറിയാണ്. ആ പാട്ട് കേട്ടിട്ട് വേണം നമ്മുടെ മലയാളികൾ കൊച്ചുകുട്ടികൾ പഠിക്കാൻ. അത്രത്തോളം ഡൈനാമിക്സും അക്ഷരസ്ഫുടതയും അതുപോലെ തന്നെ പാടുന്നതും എന്താ പറയുന്നത് വാക്കുകളൊന്നുമില്ല. മലയാളികൾ താരാട്ടുപാട്ട് പാടി ഉറക്കിയ ഒരു ശബ്ദമായിരുന്നല്ലോ. അത് വേറൊന്നുമില്ല, നമ്മുടെ മലയാളികളുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന എല്ലാ ഭാഷയിലും പാടിയുണ്ട്. രാജാസാറിൻ്റെ ആദ്യത്തെ പാട്ട് പാടിയിട്ടായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വികാരപ്പെടുന്നതിനായിട്ട് ഒന്നും പറയാനില്ല. ആ ആത്മാവിന് ജാനകിയമ്മ ഉള്ളപ്പോൾ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ചല്ലോ. ആ ജാനകിയമ്മയുടെ 1-2 പാട്ടെങ്കിലും പാടാൻ സാധിച്ചു. 2-3 പ്രോഗ്രാമിന് പാടാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ കുടുംബത്തിന് താങ്ങുന്നതിനെക്കാട്ടിൽ ഞങ്ങൾ സംഗീതം ചേർക്കും എല്ലാവർക്കും ആ ഒരു ഇതാണ് ജാനകിയമ്മയുടെ താങ്ങാനാകട്ടെ.